നിങ്ങളെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എന്റെ മക്കളാണ്. എനിക്ക് 5 മക്കളാണ്. ഹസ്ബൻഡിന്റെ ഇല്ല. ഹസ്ബൻഡ് മരിച്ചിട്ട് 3 വർഷമായി. ഹസ്ബൻഡ് ഇല്ലാണ്ട് മക്കളെ വളർത്തുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. അവരിലാണ് എന്റെ പ്രതീക്ഷ. ഞാൻ അവരെ ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ 3 വർഷമായി. ഈ 3 വർഷത്തിൽ അവരെ ഉപ്പ ഇല്ലാത്ത വിഷമം ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെയാണ് കൊണ്ട് വളർത്തുന്നത്. എന്റെ കയ്യിൽ എന്തില്ലെങ്കിലും ഞാൻ കടം വാങ്ങിച്ചിട്ടെങ്കിലും അവർക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇല്ലാത്തത് മക്കൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വലിയ ആഗ്രഹങ്ങളൊന്നും അവർക്കില്ല. അവര് എന്റെ എങ്ങനെയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ അവർക്ക് അറിയും. മക്കൾക്ക് കൂടുതൽ മറ്റേ വാശിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഉപ്പ ഇല്ലാത്തതിനനുസരിച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് പോകുന്ന മക്കളാണ്. മാഷാഅല്ലാ 5 മക്കളെ പഠിച്ചോ തന്നിട്ടുണ്ട്. ഇക്ക പോയതിൽ വിഷമം ഉണ്ടെങ്കിലും ഇപ്പുറത്തെ 5 മക്കളുണ്ടല്ലോ. എന്റെ മക്കളിലാണ് എന്റെ പ്രതീക്ഷ. അതിലൊരു 3 സെന്റ് സ്ഥലം വാങ്ങണം, വീട് വെക്കണം. മക്കളെ വലുതായിട്ട് വേണം വീടെല്ലാം വെച്ച് സെറ്റായി. ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്യുന്നത് അതാണ് ഏറ്റവും കൂടുതൽ. നമുക്കൊരു വീട് ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കട്ടെ. ആ മനുഷ്യൻ ഒരാഗ്രഹം പറയാൻ തന്നെ, അവൾ പറഞ്ഞത് 1000 ആഗ്രഹം. അതിൽ വീടുണ്ട്, മക്കളെ നന്നായിട്ട് നോക്കണം, ഹസ്ബൻഡ് ഇല്ല, അങ്ങനെല്ലാം ഇപ്പം പറഞ്ഞൊപ്പിച്ച്. ഇവൾ വിചാരിച്ച് ആഗ്രഹങ്ങൾ തേച്ചും അങ്ങ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവർ എനിക്കെല്ലാം നേടിത്തരും എന്നായിരിക്കും ഇവളെ ഒരു വിചാരം. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടിയൊരു വീഡിയോ വന്നിട്ടാ. നിങ്ങളെല്ലാവരും വിചാരിക്കണ്ട ഇവളെ വീഡിയോ മാത്രം നിങ്ങൾ ഇടുന്നല്ല. അവൾ പറഞ്ഞതിനൊരു മറുപടി പറയാൻ തോന്നി. കാരണം ഒരാഗ്രഹം ചോദിച്ചാൽ ആ ഒരാഗ്രഹം മാത്രം പറയാം, അല്ലാണ്ട് 1000 ആഗ്രഹം അങ്ങനെ പറയരുത്. കാരണം വെച്ചാൽ ഇതെല്ലാം നീ എന്നും എല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പം എല്ലാവരും കേൾക്കുന്നുണ്ടാവും നിൻ്റെ വീഡിയോ. പിന്നെ ഭർത്താവ് മരിച്ച ഭാര്യമാർ സാധാരണ 5 അല്ല 10 മക്കളുണ്ടായാലും കഷ്ടപ്പെട്ട് വളർത്തും. ആ ഉപ്പയില്ലാത്ത ആ ഒരു വിഷമം ഒരു മക്കൾക്കും അറിയിക്കൂല. അത് സ്വാഭാവികം. അത് നീ മാത്രമായിട്ടൊന്നല്ല, അത് ലോകത്തിലെ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ നീ എടുത്തു പറയേണ്ട ഒരാവശ്യമൊന്നുമില്ല. ഇനി എന്താ, ഉപ്പ ഉണ്ടായ ഉമ്മ മക്കളെ നോക്കൂലേ? അതും നോക്കടി. ഇവളത് എടുത്തു പറഞ്ഞിട്ടില്ലേ, എൻ്റെ മക്കൾക്ക് ഉപ്പയില്ലാഞ്ഞ ആ കുറവ് ഞാൻ ഒരിക്കലും മക്കളിൽ കാണിക്കലില്ല. ആ കുറവ് ഇനിയും കാണിക്കാണ്ട് വളർത്താൻ എന്നെ പഠിച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേങ്കിൽ ഈ പൊങ്ങച്ചം അധികം പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ഒരു ഉപ്പയില്ലാണ്ട് വളർത്തണമെങ്കിൽ അത്രയും കഷ്ടപ്പെടണം. പക്ഷേങ്കിൽ ഉപ്പ തന്നെയാണ്. ഒരു ഉപ്പ ജോലി ചെയ്ത് കൊണ്ടുവന്ന് മക്കളെ പോറ്റും പോലൊന്നും ഒരു ഉമ്മാക്കും പോറ്റാൻ കഴിയില്ല കേട്ടാ. ആ ഉപ്പാൻ്റെ ആ ഒരു ജീവിതം അതൊന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ എത്ര ഉമ്മമാർ തലയിട്ടടിച്ചാലും ആ ഒരു ജീവിതം നമുക്ക് കിട്ടൂല. പിന്നെ നിൻ്റെ മക്കൾ ഭയങ്കര അച്ചടക്കത്തോടു കൂടെ ജീവിക്കുന്നു. അച്ചടക്കത്തോടു കൂടി തന്നെ ജീവിക്കണം. പക്ഷേങ്കിൽ നീയായിട്ട് അവരെ അച്ചടക്കമില്ലായ്മയിലേക്ക് ആക്കരുത്. കാരണം നീ ഇങ്ങനെ ഓരോരാളെ പറയുന്ന ആ ഒരു സംസാരം ഉണ്ടല്ലോ, അത് കേട്ടാൽ നിൻ്റെ ഏത് അച്ചടക്കമുള്ള മക്കളായാലും അച്ചടക്കം പിന്നീട് ഉണ്ടാവില്ല. അതുകൊണ്ട് മക്കളെ മുന്നിൽ ഇനിയെങ്കിലും നീ നാട്ടുകാരെ ചീത്ത പറയുന്നത് ഒഴിവാക്കിയിട്ട് നല്ല സംസാരങ്ങൾ സംസാരിച്ച് നീ എളിമയോടെ സംസാരിക്കണം. എന്നെങ്കിൽ മാത്രമേ നിൻ്റെ മക്കളെ അച്ചടക്കും. നീ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നാളെ ആ മക്കൾ നിൻ്റെ നേരെ പൊട്ടിത്തെറിക്കില്ലെന്ന് എനിക്ക് സംശയം ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. അതെല്ലാം നമ്മളെ കണ്ണു മുമ്പിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. വളരെ സ്നേഹത്തോടു കൂടി വളർത്തിയ മക്കൾ ഇന്ന് ആ ഉമ്മമാരെ തിരിഞ്ഞ് നോക്കാണ്ട് വരെ നിൽക്കുന്ന അവസ്ഥ. അല്ല, അതും ഇവൾ വീഡിയോയിൽ പറയലുണ്ട്. കാരണം എന്നെ മക്കൾ നോക്കില്ല, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ എൻ്റെ വഴി തേടി പോവും. ഞാനിപ്പം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്നെ മക്കൾ തിരിഞ്ഞു നോക്കില്ലേ, ഞാൻ എൻ്റെ വഴി നോക്കി പോകും. അതും ഇവൾ പറയാറുണ്ട്. സാധാരണയായിട്ട് ഉപ്പ മരിച്ചാൽ ഉമ്മ സാധാരണയായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എന്നെ ജീവിക്കൽ. അത് നീ മാത്രമൊന്നല്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ലോകത്ത് ഒരേ ഒരു ഉമ്മ അത് നീ മാത്രമൊന്നല്ല. അങ്ങനെ ഒരുപാട് പേര് ഈ ലോകത്തുണ്ടടി.